ആ കേൾക്കാം. എങ്ങനെ ക്യാമറ ഹെഡ്ഫോൺ വയ്ക്കൂ. എന്തോ നമസ്കാരം. മിഡിസ്റ്റ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. IS-നും ഹൂത്തികൾക്കുമെതിരെ ആഞ്ഞടിച്ച് അറഫ പ്രഭാഷണത്തിനിടെ സൗദി ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്. IS-ഉം ഹൂത്തികളും ഇസ്ലാമിക വിരുദ്ധർ. 20 ലക്ഷത്തോളം ഹാജിമാർ അറഫയിൽ. ഇന്ന് അറഫ ദിനം. കുവൈത്തിലേക്ക് വിസയ്ക്കുള്ള ആരോഗ്യ പരിശോധനയ്ക്കുള്ള അംഗീകാരം ഖദാമത്തിന് നൽകിയത് മലയാളികൾക്ക് തിരിച്ചടിയാകും. പരിശോധനയ്ക്കായി ഇനി മലയാളികൾക്ക് ചെലവാക്കേണ്ടത് 3 ഇരട്ടിയോളം തുക. ഖദാമത്ത് കൊച്ചി കേന്ദ്രം പ്രവർത്തനം തുടങ്ങാൻ 1 മാസമെടുക്കുമെന്ന് റിപ്പോർട്ട്. കുവൈത്തിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശി ജോലിക്കാരുടെ എണ്ണം കുറയുന്നു. 2010-നെ അപേക്ഷിച്ച് 14-ൽ 2% കുറവുണ്ടായി. സ്വകാര്യ മേഖലയിൽ പ്രവാസികളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുന്നതായും തൊഴിൽ സാമൂഹ്യകാര്യ ആസൂത്രണ വികസന മന്ത്രാലയം. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം അല്പസമയത്തിനകം ആരംഭിക്കും. 20 ലക്ഷത്തോളം ഹാജിമാർ ഇന്ന് അറഫയിൽ ഒരുമിച്ച് കൂടും. പ്രാർത്ഥനയുമായി സൂര്യാസ്തമയം വരെ ഹാജിമാർ അറഫയിൽ തങ്ങും. സംഗമത്തിന്റെ മുന്നോടിയായി മസ്ജിദുൻ നമീറയിൽ സൗദി ഗ്രാൻഡ് മുഫ്തി പ്രഭാഷണം നടത്തി. IS-ഉം ഹൂത്തികളും ഇസ്ലാമിക വിരുദ്ധരാണെന്ന് അറഫ പ്രഭാഷണത്തിൽ സൗദി ഗ്രാൻഡ് മുഫ്തി പറഞ്ഞു. അറഫ പ്രഭാഷണത്തിന് ശേഷം ഹാജിമാർ ഇപ്പോൾ അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൂര്യാസ്തമയം വരെ അറഫയിൽ തന്നെ ഹാജിമാർ തങ്ങും. തൽബിയത്ത് മന്ത്രങ്ങളുമായി ഹാജിമാർ അറഫയിലേക്ക് എത്തിച്ചേരുകയാണ്. അറഫ സംഗമം അല്പസമയത്തിനകം തുടങ്ങും. റബീഹ് മുഹമ്മദ് ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധി അറഫയിൽ നിന്ന്. റബീഹ്, ഹാജിമാർ എത്തിത്തുടങ്ങി, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അജിൻസ്, ഈ വർഷത്തെ അറഫ സംഗമത്തിന് തുടക്കമായിരിക്കുന്നു. സൗദി ഗ്രാൻഡ് മുഫ്തിയുടെ അറഫ പ്രഭാഷണവും അതിനുശേഷം നമസ്കാരത്തോടും കൂടിയാണ് ഇപ്പോൾ അറഫ സംഗമം ആരംഭിച്ചിരിക്കുന്നത്. ഇനി അറഫയ്ക്ക് പുറത്തുള്ള ഒരാളെയും തന്നെ അറഫ പരിധിയിലേക്ക് കടത്തില്ല. ഈ വർഷത്തെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇതോടുകൂടി തുടക്കമായിരിക്കുന്നു. വിവിധ നാടുകളിൽ നിന്നുള്ള തീർത്ഥാടകരെല്ലാം തന്നെ ഇപ്പോൾ ളുഹർ അസർ നമസ്കാരത്തിന് ശേഷം ഇപ്പോൾ തങ്ങളുടെ പ്രാർത്ഥനകളുമായി മറ്റ് ചടങ്ങുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരാളെയും തന്നെ അറഫ അതിർത്തിയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. സൗദി ഗ്രാൻഡ് മുഫ്തിയുടെ പ്രഭാഷണം അവസാനിച്ചിരിക്കുന്നു.
ലോകത്തിന്റെ അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിന്റെ ഭീഷണിയായി നിലനിൽക്കുന്ന IS-ന്റെയും ഹൂത്തികളുടെയും അടക്കമുള്ള തീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തമായ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളുടെ പ്രശ്നത്തിൽ അഭയാർത്ഥികളോട് കരുണ കാണിക്കണമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടെ സൗദി ഗ്രാൻഡ് മുഫ്തിയുടെ ഇന്നത്തെ ഈ അറഫ പ്രഭാഷണത്തിൽ ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മൂല്യങ്ങളെക്കുറിച്ച് മൂല്യങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ആണ് മുസ്ലിം ലോകവും അതുപോലെ തന്നെ മുസ്ലിം ജനസമൂഹവും മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ആരെങ്കിലും മുസ്ലിം സമൂഹത്തിൽ നിന്നും പോകുന്നുണ്ടെങ്കിൽ അവരും അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളൊരു ആവശ്യവും അദ്ദേഹം നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഹജ്ജിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഹജ്ജിന്റെ വിശുദ്ധി നേടുവാനുള്ള ഒരു റബീഹ് ദയവായി തുടരുക. ഇപ്പോൾ ശിഹാബ് പൂക്കോട്ടൂർ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ടെലിഫോൺ ലൈനിലുണ്ട് അറഫയിൽ നിന്ന്. ശിഹാബ് പൂക്കോട്ടൂർ, താങ്കൾ നമീറ മസ്ജിദിലെ അറഫ പ്രഭാഷണം ശ്രവിച്ചു കാണും. എങ്ങനെ വിലയിരുത്തുന്നു ഗ്രാൻഡ് മുഫ്തിയുടെ ഇന്നത്തെ പ്രഭാഷണത്തെ? സൗദി ഗ്രാൻഡ് മുഫ്തിയുടെ നമീറ മസ്ജിദിലുള്ള പ്രഭാഷണം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമേറിയ ഒരു പ്രഭാഷണം കൂടിയായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ സൗദി ഈ അഭയാർത്ഥികളോട് സമൂഹം കരുണ കാണിക്കണമെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് പ്രഭാഷണം ആരംഭിക്കുന്നത്. മക്കയുടെ പവിത്രതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണത്തിന്റെ പ്രഭാഷണം ആരംഭിച്ചത്. അങ്ങനെ ലോകത്തെ വിവിധ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം നാടുകളിൽ അരക്ഷിതാവസ്ഥയും ഭീതിയും വളർത്തിക്കൊണ്ടിരിക്കുന്ന ISIS എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമികമല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ISIS-നെതിരെയുള്ള ശക്തമായ ഭാഷയിലാണ് ഗ്രാൻഡ് മുഫ്തി തന്റെ നമീറ മസ്ജിദിലെ പ്രഭാഷണം നിർവഹിച്ചത്. സൗദി ഗവൺമെന്റിന്റെ സൗദി ദേശീയ ദിനമായതുകൊണ്ട് സൗദിയുടെ അഖണ്ഡത കാത്തു സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. കാരണം ലോകത്തെ മുഴുവൻ വിശ്വാസികളുടെയും ബാധ്യതയും കൂടിയാണ് സൗദി അതിന്റെ ഐക്യത്തോടെയും അഖണ്ഡതയോടെ നിലനിൽക്കുക എന്നത്. കാരണം ഇരു പവിത്ര ഭൂമികളുടെയും സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് സൗദി. സൗദിയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി മുഴുവൻ വിശ്വാസികളും ഹാജിമാരും പ്രാർത്ഥിക്കണമെന്നുകൂടി ഉണർത്തിക്കൊണ്ടായിരുന്നു ഗ്രാൻഡ് മുഫ്തിയുടെ പ്രഭാഷണം. ശിഹാബ്, ഇപ്പോൾ പോലും സൗദി നേതൃത്വത്തിലുള്ള സഖ്യ സേന യമനിൽ വ്യോമാക്രമണം നടത്തുകയുണ്ടായി. ഹൂത്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലുണ്ടായോ? ഹൂത്തികളെ കുറിച്ചുള്ള പ്രഭാഷണത്തിലുള്ള ഹൂത്തികൾ ഒരു നാട്ടിലെ സമാധാന അവസ്ഥയെ തുരങ്കം വെക്കുന്ന വിഭാഗമാണ് എന്ന് അദ്ദേഹം ISIS-ന്റെ കൂടെയാണ് ഹൂത്തികളെയും ചേർത്ത് പറഞ്ഞത് എന്ന് വളരെ ശ്രദ്ധേയമാണ്. യമനിൽ മാത്രമല്ല സൗദിയുടെ അതിർത്തി പ്രദേശങ്ങളിലും അരക്ഷിതാവസ്ഥയും സമാധാന ശ്രമങ്ങളും വ്യാപിപ്പിച്ചപ്പോഴാണ് അവർക്കെതിരെ സമൂഹം നീങ്ങിയതെന്നും സൗദി ഗവൺമെന്റിന്റെ നിലപാടിന് അദ്ദേഹം പിന്തുണക്കുകയാണ് ചെയ്തത് പ്രഭാഷണത്തിൽ. യഥാർത്ഥത്തിൽ ഷിഹാബ്, അറഫയിലേക്ക് ഹാജിമാരെല്ലാവരും എത്തിക്കഴിഞ്ഞു? അതെ, ഹാജിമാര് ഉച്ചയോടുകൂടിയല്ല മുഴുവൻ ഹാജിമാരും അറഫയിൽ എത്തിക്കഴിഞ്ഞു. ലുഹറിന് ഈ ഉച്ചയ്ക്ക് ശേഷമാണ് അറഫ സമയം യഥാർത്ഥത്തിൽ ഒരു ഹജ്ജിന്റെ കർമ്മം എന്ന നിലയിൽ ആരംഭിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ 70% ഹാജിമാർ അറഫയിൽ എത്തിയിട്ടുണ്ട്. മുഴുവൻ ഹാജിമാരും ഉച്ചയോടുകൂടി അറഫയിൽ എത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ടെന്റുകളിലായി പ്രാർത്ഥനാ നിർഭരമായി കൊണ്ടിരിക്കുന്ന സമയമാണ് അറഫ. ഷിഹാബ് കൂട്ടൂർ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടെ അറഫ സംഗമത്തിന് പരിസമാപ്തിയാകും. അതുവരെ എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ നടക്കുക? അറഫയിൽ പ്രധാനമായും നടക്കുന്നത് പ്രാർത്ഥനകളാണ്. ഓരോ വ്യക്തികളും കൂട്ടായ്മയുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ദൈവ സ്മരണകൾ നടത്തുന്ന നസീഹത്തുകൾ, പ്രഭാഷണങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നടക്കുന്നത്. അറഫയിൽ പ്രധാനമായും നടക്കുന്നത് പ്രാർത്ഥനകൾ മാത്രമാണ്. ഇപ്പോഴും ഓരോ ടെന്റുകൾ കേന്ദ്രീകരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പ്രാർത്ഥനകളിൽ മുഖരിതമാണ് അറഫ ഇപ്പോൾ. റൈറ്റ്, വളരെയധികം നന്ദി ഷിഹാബ് പൂക്കോട്ടൂർ തീർത്ഥാടനത്തിനിടയിലും മീഡിയ വനോട് പ്രതികരിച്ചതിന്. റബീഹിലേക്ക് ഒരിക്കൽ കൂടി. റബീഹ്, ഇന്ന് അറഫ സംഗമം അവസാനിക്കുന്നതോടെ പിന്നെ എന്തൊക്കെ ചടങ്ങുകളാണ് ഹജ്ജിൽ ബാക്കിയുള്ളത്? ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഹാജിമാർ അറഫയിൽ നിന്നും വിട പറഞ്ഞു തുടങ്ങും. യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ ചടങ്ങുകൾ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്നത്തോടുകൂടി തന്നെ പൂർത്തിയാകുന്നു. ഇന്ന് രാത്രി അറഫയിലെയും മിനയുടെയും അറഫയിൽ നിന്നും മിനയിലേക്കുള്ള വഴിയിൽ ഉള്ള മുസ്ദലിഫ എന്ന് പറയുന്ന ഒരു താഴ്വരയിലാണ് ഇന്ന് ഹാജിമാർ താമസിക്കുക.
രാത്രി ആണ് ഹാജിമാർ അവിടെയാണ് ഇന്ന് തങ്ങുക. നമുക്കറിയാം മിനയിൽ തമ്പുകളുണ്ട്, അറഫയിലും ചെറിയ രീതിയിലുള്ള സംവിധാനങ്ങൾ, തമ്പുകളും അതുപോലെ തന്നെ മരങ്ങളുടെയൊക്കെ ഒരു തണലും ഒക്കെ ഉണ്ടെങ്കിലും മുസ്ദലിഫയിൽ അത്തരത്തിലുള്ള യാതൊരുവിധ സംവിധാനങ്ങളും അവിടെയില്ല. അറഫയിൽ നിന്നും മിനയിലേക്ക് പോകുന്ന വഴിയിൽ പ്രവാചകൻ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ഒരു പള്ളി. അവിടെ ആ പള്ളിയും അതിന്റെ പരിസരത്തുമായിട്ടാണ് ആളുകൾ ഇന്ന് തങ്ങുക. അവിടെ വെച്ചായിരിക്കും ഇന്ന് മഗ്രിബ് ഇശാ നമസ്കാരങ്ങൾ അവിടെ എത്തിയതിനു ശേഷമാണ് ഹാജിമാർ നിർവഹിക്കുക. അതിനുശേഷം നാളെ പുലർച്ചയോടുകൂടിയാണ് മിനയിലേക്ക് അതുപോലെ തന്നെ ജംറകൾ പിശാചിന്റെ പ്രതീകാത്മകമായ ജംറയിൽ കല്ലേറ് നടത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള 4 ദിവസത്തെ കല്ലേറിനുള്ള കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് നാളെ പുലർച്ചയോടുകൂടിയാണ് സുബഹി നമസ്കാരത്തിന് ശേഷമാണ് ഹാജിമാർ പോകേണ്ടതെങ്കിലും ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ യാത്ര ആരംഭിച്ചു തുടങ്ങും. നമുക്കറിയാം നിരവധി മുൻ വർഷങ്ങളിലൊക്കെ തിരക്ക് കാരണമുണ്ടായ പ്രയാസങ്ങളും അപകടങ്ങളും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാർ അത്തരത്തിലുള്ള ഇളവ് അനുവദിച്ചുകൊണ്ട് തന്നെ ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ ഹാജിമാർ മിനയിലേക്ക് പോകും. അവിടെ ജംറകളിൽ കല്ലേറ് നടത്തും. അതിനുശേഷം തല മുണ്ടനം ചെയ്തുകൊണ്ട് ബലിയറുക്കും. ബലിയറുക്കാനുള്ള ആളുകൾ അതോടുകൂടി തന്നെ ഹജ്ജിന്റെ ചടങ്ങുകൾ ഹജ്ജിന്റെ വസ്ത്രം ഇഹ്റാമിൽ നിന്ന് ഹാജിമാർ മുക്തരാകും. അതിനുശേഷം നാളെ തന്നെ മസ്ജിദ് ഹറാമിലെത്തി കഅബ പ്രദക്ഷിണം, ഹജ്ജിന്റെ തവാഫും അതുപോലെ തന്നെ സഫ മർവ കുന്നുകൾക്കിടയിലുള്ള സഅയും നിർവഹിക്കും. തുടർന്ന് 11 ദുൽഹജ്ജ് 11, 12, 13 തീയതികളിൽ മിനായിലെ തമ്പുകളിൽ താമസിച്ചുകൊണ്ട് അവിടെ രാപ്പാർത്തുകൊണ്ട് ജംറകളിൽ 3 ജംറകളിൽ കല്ലേറ് നടത്തണം. പിശാചിന്റെ പ്രതീകാത്മകമായ സ്തൂപത്തിൽ തങ്ങളുടെ എല്ലാ ദേഹത്തുകളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന പിശാചിനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആട്ടി അകറ്റുന്നു, ഓടിക്കുന്നു എന്നുള്ളൊരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടുള്ളൊരു പ്രതീകാത്മക കല്ലേറ് കർമ്മമാണ്. പ്രവാചകൻ ഇബ്രാഹിം തന്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെ ബലിയെടുക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായപ്പോൾ അതിന് തനിക്കെതിരെ തന്റെ മനസ്സിനെ വശീകരിക്കാൻ ശ്രമിച്ച പിശാചിനെ പിശാചിന്റെ പ്രേരണയിൽ നിന്നും ദയവായി തുടരുക. ഇപ്പോൾ മാധ്യമം എക്സിക്യൂട്ടീവ് എഡിറ്റർ VM ഇബ്രാഹിം ഉണ്ട്. ശ്രീ VM ഇബ്രാഹിം, ഇന്ന് അറഫ ദിനമാണ്, അതേസമയം തന്നെ സൗദിയുടെ ദേശീയ ദിനവും. ഈ ഒരു വശത്ത് ആഘോഷവും മറ്റൊരു വശത്ത് തീർത്ഥാടനവും നടക്കുമ്പോൾ അത് സൗദി അറേബ്യൻ ജനത എങ്ങനെയാണ് ഏറ്റെടുത്തത്? സെപ്റ്റംബർ 23 സൗദിയുടെ ദേശീയ ദിനത്തിന്റെ അതേ ദിവസം തന്നെയാണ് ഈ വർഷം അറഫ ദിനം എത്തിവന്നിരിക്കുന്നത്. അറഫയും ഹജ്ജും ഓരോ വർഷത്തെയും സുപ്രധാന ചടങ്ങായി സൗദി ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ വർഷത്തെ ദേശീയോത്സവം വലിയ പുലിമയില്ലാതെയാണ് കടന്നു പോകുന്നത്. റൈറ്റ്. VM ഇബ്രാഹിം, താങ്കൾ ഇപ്പോൾ അറഫയിലാണോ ഉള്ളത്? അതെ. അറഫ ദിനം ഇക്കുറി എങ്ങനെയാണ്? അറഫ പ്രഭാഷണം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. എത്രമാത്രം രാഷ്ട്രീയ പ്രസക്തമായിരുന്നു ഗ്രാൻഡ് മുഫ്തിയുടെ പ്രഭാഷണം? ദായിഷ് പോലെയുള്ള ഭീകര സംഘടനകൾ സൗദി അറേബ്യക്കും മറ്റ് മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്കും ഉയർത്തിയ ഭീഷണികൾക്ക് നടുവിലാണ് ഈ വർഷത്തെ ഹജ്ജ് കടന്നു വരുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ തന്നെ പലതവണകളിലായി ഭീകര സംഘങ്ങളുടെ ആക്രമണം ഉണ്ടാവുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ യുവാക്കൾ ഒരിക്കലും വിധ്വംസക ശിഥിലീകരണ ശക്തികളുടെ പിറകെ കൂടുന്നവരായി തീരാൻ പാടില്ല എന്ന ശക്തമായ ഉദ്ബോധനമാണ് സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആൽ ഷെയ്ഖ് അറഫ പ്രസംഗത്തിൽ നൽകിയത്. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരോടും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആളുകളോടും ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രതിനിധാനം നിർവഹിക്കാനും യഥാർത്ഥ ഇസ്ലാമിന്റെ മുഖം ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായി വരച്ചു കാട്ടാനുമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഏതാനും ചിത്ര ശക്തികൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക്, ദായിഷിനെ പോലെയുള്ള ഹൂത്തികളെ പോലെയുള്ള വിധ്വംസക ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം അറഫ പോലെയുള്ള ഹജ്ജ് പോലെയുള്ള സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും മാതൃകകളാണ് മുസ്ലിം സമൂഹം പൊതുവിൽ കാഴ്ചവെക്കേണ്ടത് എന്നും ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള ചിത്രമാണ് മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കേണ്ടതെന്നുമാണ് അദ്ദേഹം കാര്യമായി ഇന്ന് പറഞ്ഞത്. വളരെ നന്ദി VM ഇബ്രാഹിം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അറഫ പ്രഭാഷണം നടത്തവേ ഹൂത്തികൾക്കും ഇസ്ലാമിക് സ്റ്റേറ്റിനുമെതിരെ ശക്തമായ പരാമർശങ്ങളാണ് സൗദി ഗ്രാൻഡ് മുഫ്തി നടത്തിയത്. റബീഹ് മുഹമ്മദിലേക്ക് ഒരിക്കൽ കൂടി. റബീഹ്, ഇന്ന് സൂര്യാസ്തമയത്തോടെ അറഫ ചടങ്ങുകൾ അവസാനിക്കും. നാളെ മുതൽ പുതിയ ചടങ്ങുകളിലേക്ക് ഹാജിമാർ പ്രവേശിക്കുകയാണ്. സുരക്ഷാപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങൾ, ഇതെല്ലാം ഹാജിമാരെ ബാധിക്കുന്നുണ്ടോ? ചൂട് ഹജ്ജിനെ എങ്ങനെ ബാധിക്കുന്നു? ഒരു ചെറിയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചെറിയൊരു അപകടം ഹാജിമാർ ഇന്ന് അറഫയിലേക്ക് വരുന്ന വഴിയിൽ മെട്രോ സ്റ്റേഷനിൽ ചെറിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിരുന്നു. 200ഓളം വരുന്ന തീർത്ഥാടകർക്ക് ചെറിയ രീതിയിലുള്ള പരിക്ക്
പറ്റി അല്ലെങ്കിൽ ആ ഒരു അപകടത്തിൽ 200ഓളം ആളുകൾ ഉൾപ്പെട്ടു. പക്ഷെ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു ചെറിയൊരു വീഴ്ച ഒഴിച്ചാൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മം ഏതാണ്ട് എല്ലാ അർത്ഥത്തിലും ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അറഫ സംഗമം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള യാതൊരു പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഇല്ലാതെ തന്നെ പൂർത്തിയാവുന്നു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. കാരണം നേരത്തെയൊക്കെ നിലവിൽ നിൽക്കുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങളോ സാഹചര്യത്തിൽ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടാവുമോ എന്നുള്ളൊരു സാഹചര്യം ഭീഷണിയല്ല അത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ഒരു ആശങ്കകൾ എല്ലാം തന്നെ അസ്ഥാനത്തായിക്കൊണ്ട് തീർത്ഥാടകർക്ക് തങ്ങളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വളരെ ആയാസരഹിതമായി കർമ്മങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. 1 ലക്ഷത്തോളം വരുന്ന സുരക്ഷാ സേന, സൗദിയുടെ വിവിധ വിഭാഗത്തിൽപ്പെട്ട സുരക്ഷാ സൈനികർ അതിനുവേണ്ട സൗകര്യങ്ങൾ ഇവിടെ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗതാഗതമായി ആളുകൾക്ക് വരാനും പോകാനുമുള്ള സൗകര്യങ്ങളായിക്കോട്ടെ, മറ്റ് ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള സൗകര്യമായിക്കോട്ടെ, എല്ലാം തന്നെ പൂർണ്ണാർത്ഥത്തിൽ സജ്ജമാണ്. നേരത്തെ ഉണ്ടായ ഒരു ട്രെയിൻ അപകടത്തിന്റെ ദാരുണമായ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ ഹജ്ജിന്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇന്നലെ രാത്രി ഉണ്ടായ ചെറിയ മഴയടക്കമുള്ള കാര്യങ്ങൾ തീർത്ഥാടകർക്ക് ഒരു അനുകൂലമായ അല്ലെങ്കിൽ കാലാവസ്ഥ തങ്ങൾക്ക് പ്രയാസരഹിതമായി മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ. നമുക്കറിയാം, മഴ പെയ്താൽ വളരെ പ്രയാസമാണ് സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ. എങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മിനയിലടക്കം മഴ വന്നാൽ അതിന് നേരിടാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരുന്നു. വെള്ളം ഒലിച്ചു പോകാനും മറ്റുമുള്ള വിശദമായ സൗകര്യങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള മഴ പെയ്താൽ അത് ഹാജിമാർക്ക് അനുഗ്രഹമാവും. ഇന്ന് 46 ഡിഗ്രിയാണ് ഇപ്പോൾ അറഫയിലുള്ള ചൂട് എന്ന് പറയുന്നത്. ഈ ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോഴും ഹാജിമാർ സൂര്യന് താഴെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ മനസ്സും ശരീരവും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ആത്മീയമായ ഒരു അനുഭൂതിയിൽ തങ്ങളുടെ പുതിയൊരു ജീവിതം. ഹജ്ജ് തീർത്ഥാടനത്തിലെ ഏറ്റവും സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ആരംഭിച്ചിരിക്കുന്നു. 20 ലക്ഷത്തോളം ഹാജിമാർ ഇപ്പോൾ അറഫ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് റബീഹ് മുഹമ്മദ് നൽകിയത്. കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനിരിക്കെ രാജ്യത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി കേണൽ ആദിൽ അഹമ്മദ് അൽ ഹഷാഷാണ് ഇക്കാര്യം അറിയിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി കാൽനടക്കാർക്കും യാത്രക്കാർക്കും നേരെ ഫോം സ്പ്രേ ഉപയോഗിക്കുന്നതിനും വെടിയുതിർക്കുന്നതിനും ശക്തമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡുകളിൽ ട്രാഫിക് വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും സൂക്കുകളിലും മാർക്കറ്റുകളിലും നിയമപാലകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്ന് കേണൽ ഹഷാഷ് ആവശ്യപ്പെട്ടു. സുരക്ഷാ ട്രാഫിക് സംബന്ധമായ വല്ല പ്രശ്നവും നേരിടുന്നവർക്ക് ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോൾ റൂമിലേക്ക് 112 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കാമെന്നും ഹഷാഷ് അറിയിച്ചു. സൗദി സർക്കാർ മേഖലയിലെ മന്ത്രാലയങ്ങളും വിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ബലിപ്പെരുന്നാൾ അവധി 5 ദിവസം നീട്ടി നൽകാൻ സൽമാൻ രാജാവ് നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് സെപ്റ്റംബർ 29 തുറക്കാൻ നിശ്ചയിച്ച സർക്കാർ സ്ഥാപനങ്ങൾ വാരാന്ത്യ അവധി കൂടി ഉൾപ്പെട്ട് ഒക്ടോബർ 4 ഞായറാഴ്ചയാണ് തുറന്ന് പ്രവർത്തിക്കുക. പ്രാഥമിക തലം മുതൽ സർവകലാശാല തലം വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നീട്ടിയ അവധി ബാധകമാണെന്ന് രാജകൽപ്പനയിൽ അറിയിച്ചു. ഇടവേള.
മിഡിസ്റ്റർ അപ്ഡേറ്റ്സ് തുടരുന്നു. കുവൈത്തിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ ഓരോ വർഷവും കുറവുണ്ടാകുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2010 അപേക്ഷിച്ച് 2014 സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ എണ്ണത്തിൽ 2% കുറവുണ്ടായതായി തൊഴിൽ സാമൂഹിക ആസൂത്രണ വികസന കാര്യമന്ത്രി ഹിന്ദ് സബീഹ് അൽ സബീഹ് പറഞ്ഞു. 2010 സ്വകാര്യ മേഖലയിലെ ജോലിക്കാരിൽ 19.7% കുവൈത്തികളായിരുന്നുവെങ്കിൽ 2011 ഇത് 19.4% കുറഞ്ഞു. 2012 മുതലുള്ള വർഷങ്ങളിലും കുറവുണ്ടായിട്ടുണ്ട്. സ്വദേശികളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് സ്വകാര്യ മേഖലയിൽ പ്രവാസികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുമുണ്ട്. ഏതാനും വർഷങ്ങളായി കുവൈത്തിൽ സ്വദേശികളുടെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചു വരികയാണെന്നും ഹിന്ദ് സബീഹ് അൽ സബീഹ് പറഞ്ഞു. 2003 7.8%, 2008 8.7%, തൊഴിലില്ലായ്മ നിരക്ക് 2014 10.4%, ഉയർന്നത്. സൗദ് അൽ ഹൊറൈജി എംപിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം സർക്കാർ മേഖലയിലെ പ്രവാസികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ സർക്കാർ മേഖലയിൽ വൻതോതിൽ പ്രവാസികൾ ജോലി ചെയ്തിരുന്നുവെങ്കിൽ 2010-14 കാലയളവിൽ ഇത് 26.8% കുറഞ്ഞതായും മന്ത്രി ഹിന്ദ് സബീഹ് അൽ സബീഹ് പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിലേക്ക് വിസയ്ക്കുള്ള ആരോഗ്യ പരിശോധനാ അംഗീകാരം ഖദാമത്തിന് നൽകിയത് മലയാളികൾക്ക് തിരിച്ചടിയാകും. പരിശോധനയ്ക്കായി മലയാളികൾക്ക് ഇനി 3 ഇരട്ടിയോളം തുക ചിലവഴിക്കേണ്ടി വരും. കേരളത്തിൽ ഖദാമത്തിന്റെ ശാഖ പ്രവർത്തനം ആരംഭിക്കാൻ വൈകുന്നതും മലയാളികളെ വിഷമത്തിലാക്കും. 12,000 രൂപ ആരോഗ്യ പരിശോധനയ്ക്ക് ഈടാക്കാനാണ് ഖദാമത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. നിലവിൽ 4,000 രൂപയ്ക്ക് ഗാംഗിക്ക് കീഴിലുള്ള മെഡിക്കൽ സെന്ററുകൾ വഴി ആരോഗ്യ പരിശോധന പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു. ഖദാമത്തിന്റെ കൊച്ചി കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കാൻ സമയമെടുക്കുമെന്ന് കമ്പനി അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 1 മാസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ കൊച്ചി കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇനിയുള്ള 1 മാസം ആരോഗ്യ പരിശോധന നടത്തേണ്ടവർ മുംബൈ, ഡൽഹി, ഹൈദരാബാദ് എന്നീ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ആരോഗ്യ പരിശോധനാ ഫീസ് വർദ്ധിക്കുന്നതിനോടൊപ്പം ഈ കേന്ദ്രങ്ങളിൽ പോകുന്നതിന് യാത്ര, താമസം, ഭക്ഷണം എന്നീ ഇനങ്ങളിലും നല്ലൊരു തുക ഉപഭോക്താക്കൾക്ക് ചെലവ് വരും. കുവൈത്തിലെ നിരവധി കമ്പനികൾ ജീവനക്കാരുടെ ആരോഗ്യ പരിശോധനാ ചെലവുകൾ അടക്കം വഹിച്ച് ഇന്ത്യയിൽ നിന്ന് ജീവനക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്കും അധിക ചെലവ് വരും. ഇതോടൊപ്പം വിസ അനുവദിച്ച് 1 മാസത്തിനുള്ളിൽ ജീവനക്കാർ കുവൈത്തിലെത്തണമെന്ന നിയമത്തിൽ അടുത്തിടെ സർക്കാർ നിയമം പരിഷ്കരിച്ചിരുന്നു. നേരത്തെ 3 മാസം വരെ സമയം ലഭിച്ചിരുന്നു. അന്യസംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ പോയി ആരോഗ്യ പരിശോധന നടത്തി 1 മാസത്തിനുള്ളിൽ കുവൈത്തിൽ പ്രവേശിക്കുകയും ഏറെ പ്രയാസകരമാകും. മീഡിയ 1 കുവൈത്ത്. UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീട്ടുജോലിക്കാരെ അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനത്തിൽ ഇളവ് വരുത്താൻ നേപ്പാൾ സർക്കാർ തീരുമാനിച്ചു. പുതിയ നിയമപ്രകാരമായിരിക്കും ഇനി മുതൽ റിക്രൂട്ടിംഗ് നടക്കുകയെന്നും നേപ്പാൾ സർക്കാർ അറിയിച്ചു. 2017 ഗൾഫിൽ നിന്ന് തങ്ങളുടെ വീട്ടുവേലക്കാരികളെ തിരിച്ചു വിളിക്കാൻ കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. കുവൈത്തിൽ അനധികൃതമായി ഫീസ് വർദ്ധിപ്പിച്ച സ്കൂളിനെതിരെ നടപടി. ഖൈത്താനിലെ ഫോറിൻ സ്വകാര്യ സ്കൂളിനെതിരെയാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചത്. സ്കൂളിന്റെ പ്രവർത്തനം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ അധികൃതർ നിയമവിരുദ്ധമായി ഫീസ് വർദ്ധിപ്പിക്കുകയും കൂട്ടിയ ഫീസ് നൽകാൻ രക്ഷകർത്താക്കളെ നിർബന്ധിക്കുകയുമായിരുന്നു. അധിക ഫീസ് നൽകാത്തവർ കുട്ടികളെ മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചു. ഇതേ തുടർന്നാണ് രക്ഷകർത്താക്കൾ ഫീസ് വർധനയുടെ തെളിവുകൾ അടക്കം ഉൾക്കൊള്ളിച്ച് മന്ത്രാലയത്തിന് പരാതി നൽകിയത്. മസ്കത്ത് KMCC നാളെ ഈദ് മീറ്റ് ഒരുക്കും. റൂബി അൽ ഫലജ് ഗ്രാൻഡ് ഹാളിൽ രാത്രി 7 നടക്കുന്ന പരിപാടി ഇന്ത്യൻ അംബാസിഡർ ഇന്ദിരാമണി പാണ്ഡെ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക സംഗമം, മാപ്പിളപ്പാട്ട്, ഗാനമേള, ഒപ്പന, സ്കിറ്റ് എന്നീ കലാപരിപാടികൾ ഉണ്ടാകും. പിന്നണി ഗായകരായ അൻസാർ കൊച്ചിൻ, അൻവർ സാദത്ത്, റിയാലിറ്റി ഷോ ജേതാക്കളായ അൽ സാബിത്ത്, റജിയ, ശ്രുതി, സംഗീത സംവിധായകൻ റിയാസ് പയ്യോളി, റഷീദ് എന്നിവർ വേദിയിലെത്തും. MIT മൂസയിലെ കബീർ, റഷീദ് എന്നിവർ സ്കിറ്റ് അവതരിപ്പിക്കും. KMCC കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് CKV യൂസുഫ്, ജനറൽ സെക്രട്ടറി PAV അബൂബക്കർ, PTK ഷമീർ, അഷ്റഫ് കിണവക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മസ്കത്ത് നഗരത്തിലെ ബോഷർ അമീറാത്ത് റോഡ് ഇന്നു മുതൽ അടയ്ക്കും. അറ്റകുറ്റപ്പണികൾക്കായി ഈ മാസം 26 വരെയാണ് റോഡ് അടയ്ക്കുക. യാത്രക്കാർ ബദൽ റോഡുകൾ ഉപയോഗിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ വാഹനമോടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കാനും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അഭയാർത്ഥി പ്രശ്നം ചർച്ച ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാർ ബ്രസൽസിൽ അടിയന്തര യോഗം ചേർന്നു. 28 രാജ്യങ്ങൾക്കിടയിലായി 1,20,000 അഭയാർത്ഥികളെ വിന്യസിക്കാനുള്ള പദ്ധതിക്ക് യോഗം അംഗീകാരം നൽകി. കിഴക്കൻ രാജ്യങ്ങളുടെ എതിർപ്പ് തള്ളിയാണ് പുതിയ തീരുമാനം. അഭയാർത്ഥികളെ സ്വീകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെച്ച പദ്ധതി ജർമ്മനി അടക്കമുള്ള വൻകിട രാജ്യങ്ങൾ പിന്താങ്ങിയിരുന്നു. സിറിയ, ഇറാഖ്, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വിന്യസിക്കുന്നതാണ് പദ്ധതി. എന്നാൽ പദ്ധതി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കിഴക്കൻ രാജ്യങ്ങളായ സ്ലോവാക്യ, ഹംഗറി, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങൾ അറിയിച്ചു.
അതിർത്തി കടന്നെത്തുന്ന അഭയാർത്ഥികളെ തടയാൻ ഹംഗറി അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിച്ചത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ യൂറോപ്യൻ യൂണിയൻ അടിയന്തരമായി ഇടപെടണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് ബ്രസൽസിൽ അടിയന്തര യോഗം ചേർന്നത്. 30,000 അഭയാർത്ഥികളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ജർമ്മനി യോഗത്തിൽ അറിയിച്ചു. ഒരു വിഭാഗം അഭയാർത്ഥികളെ തങ്ങളും ഏറ്റെടുക്കുമെന്ന് ഫ്രാൻസും അറിയിച്ചിട്ടുണ്ട്. 15,600 പേരെ ഇറ്റലിയും 50,400 പേരെ ഗ്രീസും 54,000 പേരെ ഹംഗറിയും ഏറ്റെടുക്കണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. എന്നാൽ അഭയാർത്ഥി പ്രശ്നം നേരിടുന്നതിന് ഈ കോട്ട അപര്യാപ്തമാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മീഡിയ 1. തെരഞ്ഞെടുപ്പിനൊരുങ്ങി ബീഹാർ. ബീഹാറിൽ മഹാസഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിൽ 52% പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. ദലിത് ആദിവാസി വിഭാഗങ്ങൾക്ക് 12% സീറ്റ് നീക്കിവെച്ചു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. JDU RJD കോൺഗ്രസ് മഹാസഖ്യത്തിന്റെ 243 സ്ഥാനാർത്ഥികളെ പട്നയിൽ നിതീഷ് കുമാറാണ് പ്രഖ്യാപിച്ചത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പട്ടികയാണ് മഹാസഖ്യം പുറത്തുവിടുന്നതെന്ന് നിതീഷ് കുമാർ പറഞ്ഞു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് 134 പേരും ദലിത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് 40 പേരും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 33 പേരും മുന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് 39 പേരും പട്ടികയിലുണ്ട്. RSS മുഖ്യൻ മോഹൻ ഭഗവതിന്റെ സംവരണ വിരുദ്ധ പരാമർശം BJPയുടെ തനിനിറം വ്യക്തമാക്കിയിരിക്കുകയാണെന്ന് നിതീഷ് കുമാർ പറഞ്ഞു. RSS ആണ് BJPയുടെ സുപ്രീം കോടതി. RSS में अगर RSS प्रमुख ने कोई बात कर दी तो बीजेपी का क्या मतलब उसके साथ? बीजेपी तो एक पॉलिटिकल आउटफिट है, उनका एक राजनीतिक संगठन है. RSS की पहल पर ही जनसंघ की स्थापना की गई. ഒക്ടോബർ 12 49 മണ്ഡലങ്ങളിൽ നടക്കുന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. വെള്ളിയാഴ്ച വരെ പത്രിക പിൻവലിക്കാം. മീഡിയ 1 ഡൽഹി. വല്ലാർപാടം പദ്ധതി ആസൂത്രണത്തിൽ തന്നെ നിലച്ചുവെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രി നിതിൻ ഗഡ്കരി. പദ്ധതി അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ്. കണ്ടെയ്നർ ടെർമിനൽ ലാഭകരമാകണമെങ്കിൽ അനുബന്ധിതമായി LNG ടെർമിനലും പ്രവർത്തനം ആരംഭിക്കണം. എന്നാൽ ഇതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നും സർക്കാർ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുകയാണെന്നും ഗഡ്കരി കുറ്റപ്പെടുത്തി. വല്ലാർപാടം കണ്ടെയ്നർ, വിഴിഞ്ഞം പദ്ധതി എന്നിവ സംബന്ധിച്ച് E. ശ്രീധരൻ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കവെയാണ് നിതിൻ ഗഡ്കരിയുടെ വിമർശനം. വല്ലാർപാടം പദ്ധതി ആസൂത്രണത്തിൽ തന്നെ പിഴച്ചുവെന്നും അനുബന്ധ പദ്ധതിയായ LNG ടെർമിനൽ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതാണ് പദ്ധതി ലാഭകരമാകാത്തതെന്നും ഗഡ്കരി പറഞ്ഞു. All infrastructure of that petroleum refinery is ready, but the pipeline work is not going on. Now only the 31 kilometer of land is available, and there are some political reservation in the mind of some political parties. They are opposing for that pipeline, and that is a big national loss. So now, if you want to make port viable, you need petroleum refineries and other thing by which you can make the viability of the port. അതേസമയം വിഴിഞ്ഞം പദ്ധതി ലാഭകരമാകില്ലെന്ന E. ശ്രീധരന്റെ പ്രസ്താവനയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മീഡിയ 1 ഡൽഹി. മികച്ച വാർത്താ അവതാരകനുള്ള സംസ്ഥാന മാധ്യമ അവാർഡ് മീഡിയ 1 സീനിയർ ന്യൂസ് എഡിറ്റർ KR ഗോപികൃഷ്ണന്. മീഡിയ 1 സ്പെഷ്യൽ എഡിഷൻ അവതരണത്തിനാണ് അവാർഡ്. മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡിന് മാധ്യമത്തിലെ ബിമൽ തമ്പി അർഹനായി. TV ന്യൂസ് റീഡർ ശ്രീ KR ഗോപികൃഷ്ണൻ, മീഡിയ 1 സ്പെഷ്യൽ എഡിഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം പുരോഗമിക്കുന്നു. 20 ലക്ഷത്തോളം ഹാജിമാർ അറഫയിൽ. IS-ഉം ഹൂത്തികളും ഇസ്ലാമിക വിരുദ്ധരെന്ന് അറഫ പ്രഭാഷണത്തിൽ സൗദി ഗ്രാൻഡ് മുഫ്തി. കുവൈത്തിലേക്ക് വിസയ്ക്കുള്ള ആരോഗ്യ പരിശോധന അംഗീകാരം ഖദാമത്തിന് നൽകിയത് മലയാളികൾക്ക് തിരിച്ചടി. പരിശോധനയ്ക്കായി ഇനി മലയാളികൾക്ക് ചെലവാക്കേണ്ടത് 3 ഇരട്ടിയോളം തുക. ഖദാമത്ത് കൊച്ചി കേന്ദ്രം പ്രവർത്തനം തുടങ്ങാൻ 1 മാസം എടുക്കും. കുവൈത്തിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശി ജോലിക്കാരുടെ എണ്ണം കുറയുന്നു. 2010 അപേക്ഷിച്ച് 2014 2% കുറവ്. സ്വകാര്യ മേഖലയിൽ പ്രവാസികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നതായും തൊഴിൽ സാമൂഹിക ആസൂത്രണ വികസനകാര്യ മന്ത്രാലയം. അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.